ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. മെറ്റാബോളിസം അഥവാ ചയാപചയ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരികയാണ്. അപ്പോൾ മെറ്റാബോളിസത്തെ ബാധിക്കുന്ന പലതിനെ കുറിച്ചും നമ്മളിങ്ങനെ സംസാരിച്ചു വന്നു. ഇന്ന് നമ്മളതിന് ഉൾക്കൊള്ളിക്കുന്നത് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന സ്വതന്ത്ര ഓക്സിജൻ തന്മാത്രകളെ കുറിച്ചാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗുണവും ദോഷവും അതെങ്ങനെ മെറ്റാബോളിസത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതൊന്ന് ലഘുവായിട്ട് മനസ്സിലാക്കാം. നോക്കൂ, ഫ്രീ റാഡിക്കൽസ് എയ്ഡ് എനർജി ഫ്ലോ ബട്ട് എക്സസ് കോസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആൻഡ് സ്ലോസ് മെറ്റാബോളിസം. ഫ്രീ റാഡിക്കൽസ് ഊർജത്തെയും അനുരൂപീകരണത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക ചയാപചയ ഉപോൽപ്പന്നങ്ങളാണ്. ചെറിയ അളവിൽ അവ കൊഴുപ്പ് കത്തിക്കുന്നത് ഉത്തേജിപ്പിക്കുകയും കോശങ്ങളെ ശക്തിപ്പെടുത്തുകയും ചയാപചയ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവ അമിതമാകുമ്പോൾ എൻസൈമുകൾക്കും ഹോർമോണുകൾക്കും കേടുവരുത്തുകയും ഊർജോൽപാദനം മന്ദഗതിയിലാവുകയും വീക്കം ഉണ്ടാകുകയും ചെയ്തു, അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാവുകയും ചെയ്തു. ഈ അസന്തുലിതാവസ്ഥ ക്ഷീണം, ശരീരഭാരം കൂടൽ, ശമനമാന്ദ്യം എന്നിവയിലേക്ക് നയിക്കുന്നു. നല്ല ആഹാരം, നല്ല വിശ്രമം, മിതമായ വ്യായാമം എന്നിവ ആരോഗ്യകരമായ ഫ്രീ റാഡിക്കൽ നിലനിർത്താൻ സഹായിക്കുന്നു. പലപ്പോഴും ഫ്രീ റാഡിക്കലുകളെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ അപകടം പിടിച്ചതാണെന്ന് നമ്മൾ പറയാറുണ്ട്. ചെറിയ അളവിൽ എപ്പോഴും ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അതിന്റെ ധർമ്മം എന്നുള്ള രീതിയിൽ അത് ചെയ്തു പോകുന്ന സമയത്ത്, അതിലൂടെ അത് ഉണ്ടായി കേടുവന്നു പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുക. ഇപ്പോ ഈ നമ്മുടെ ശരീരത്തിലെ ഈ മലം നമുക്ക് ആർക്കും ഇഷ്ടമല്ല, പക്ഷെ മലം ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാലോ മലം പോകാതിരുന്നു കഴിഞ്ഞാലോ അത് വലിയ അപകടമാണ്. അതുപോലെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഈ ശരീരത്തിലെ ഈ ഓക്സിജന്റെ ഉപയോഗം അല്ലെങ്കിൽ വെളിവാക്കൽ, ഒഴിവാക്കൽ, ഊർജോൽപാദനം തുടങ്ങിയ ഘട്ടങ്ങളിൽ ഈ മെറ്റാബോളിസം നടക്കുന്ന സമയത്ത് ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ചേർന്ന് പോകാതെ മുഴുവനാക്കാൻ കഴിയാതെ വരുന്ന ബൈ പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ നമ്മളൊരു വീട് പണി ചെയ്യുമ്പോൾ ഇഷ്ടികയൊക്കെ നമുക്ക് എത്ര ഇഷ്ടിക വേണം, ഇഷ്ടികയൊക്കെ വാങ്ങിച്ച് വീടൊക്കെ കെട്ടുന്ന സമയത്ത് എന്ത് വന്നാലും കുറച്ച് ഇഷ്ടികയൊക്കെ തല്ലിപ്പൊളിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കുറെ പൊട്ടും പൊടിയും ഒക്കെ അവിടെ ബാക്കിയാവുമല്ലോ. ഇതുപോലെ മെറ്റാബോളിസം നടക്കുന്ന സമയത്ത്, ചയാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കാതെ പോകുന്ന ഓക്സിജൻ തന്മാത്രകൾ അല്ലെങ്കിൽ ഓക്സിജന്റെ ഫോമാണ് ഈ ഫ്രീ റാഡിക്കൽസ് പറയുന്നത്. ഫ്രീ റാഡിക്കൽസിന്റെ പ്രത്യേകിച്ച് അതിന് ഈ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ട്രോണുകളുടെ അളവ് ഉണ്ടാവും. അപ്പൊ ഇത് ആ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ട്രോണുകൾ ഓക്സിജനിലുള്ളതിന് സാധാരണ രീതിയിൽ ഈ കോശങ്ങൾക്ക് എവിടെയെങ്കിലും ന്യൂനതകൾ വല്ലതുണ്ടെങ്കിൽ ആ ന്യൂനതകളെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഈ ഫാറ്റ് ബേണിംഗ് പോലുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതിനാണ്, അതായത് ഈ വേസ്റ്റ് എന്നുള്ളൊരു പരിപാടി ജൈവ ശരീരത്തിലില്ല. ഒന്ന് പുറപ്പെടുവിക്കുന്നത്, മറ്റൊന്ന് എടുത്ത് വേറൊരു രൂപത്തിൽ ഉപയോഗിക്കുമെന്നുള്ളതാണ്. അപ്പോ ഇതൊരു ഒഴുക്കാണ്, ഒരു ഫ്ലോയിലൂടെ പോകുന്നത്. അപ്പൊ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ഉണ്ടാകുന്നതും അവിടെ മറ്റു കോശങ്ങളല്ലാതെ എടുത്ത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുക. പക്ഷെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ലല്ലോ. അല്ലെങ്കിൽ എല്ലാ ജീവികൾക്കും അസ്വാഭാവികതയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതഘട്ടം ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അമിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അമിതമായിട്ടുള്ള ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് വിശ്രമക്കുറവ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഫ്രീ റാഡിക്കലുകളുടെ പ്രൊഡക്ഷൻ വല്ലാതെ കൂടും. അത് എൻസൈമുകളെ ബാധിക്കും. ഈ ഫ്രീ റാഡിക്കലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എവിടെ കൊണ്ട് മുട്ടുന്നു, ഭസ്മാസുരന്റെ കാര്യം പറഞ്ഞാലും എവിടെ പോയി തട്ടുന്നു, ആ തട്ടുന്ന കാര്യത്തിന്റെ കൂടെ കൂടും, അല്ലെങ്കിൽ അതിനെ മൊത്തം ആൾട്ടർ ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ എൻസൈമുകൾക്കും ഹോർമോണുകൾക്കും അത് കേടുവരുത്തും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവയാൽ നിയന്ത്രിതമാകുന്ന ഊർജോൽപാദനം എന്ന് പറയുന്ന ഒരു പ്രോസസ് നമ്മുടെ ശരീരത്തിൽ കുറയും. ഉടനെ തന്നെ പ്രതിരോധത്തിന്റെ സ്വഭാവം ശരീരത്തിന് കൂടും. ശരീരത്തിലെ ഇൻഫ്ലമേഷൻ റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മെറ്റാബോളിസം തകരാറിലാകുന്നു, ഹോർമോണുകൾ ഇംബാലൻസ്ഡ് ആവുന്നു, എൻസൈമുകൾ ഇംബാലൻസ്ഡ് ആവുന്നു, വല്ലാതെ ക്ഷീണം തോന്നുന്ന സമയത്ത് ശരീരഭാരം ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അതുപോലെ തന്നെ ഈ
ഹീൽ ചെയ്യാനുള്ള ശേഷി. നമ്മുടെ ശരീരത്തിന് എപ്പോഴും റെസിലിയൻസ് എന്നൊരു പരിപാടി ഉണ്ടല്ലോ, ശരീരത്തെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുന്നത്. ഈ ശമിപ്പിക്കുന്ന സ്വഭാവം, എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന പരിപാടി, അത് വളരെ പതുക്കെ. ഇത് ഈ ഫ്രീ റാഡിക്കലുകളുടെ അളവ് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തെ മനസ്സിലാക്കാവുന്ന കാര്യം, ഈ ഉറക്കം കുറഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് നല്ലപോലെ ഉണ്ടാവുന്നത് കാണാൻ കഴിയും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഊർജ്ജവ്യയം നടത്തിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഇല്ലാതെ ടെൻസ്ഡ് ആയിരിക്കുക, ഒരു സ്ട്രെസ്ഡ് എൻവയോൺമെന്റിലൂടെ കടന്നു പോവുക, സ്ട്രെസ്ഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽസ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അതുപോലെ തന്നെ ഈ ബാഡ് ഹാബിറ്റ്സ്, എന്തൊക്കെ നമ്മൾ ഇപ്പോൾ മദ്യപാനോ പുകവലിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വല്ലാതെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നല്ല ആഹാരം കഴിക്കുക, നല്ല വിശ്രമം, മിതമായ വ്യായാമം, ഇതിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നല്ല മാനസികാവസ്ഥ, ഈ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടായി ശരീരത്തിന് തന്നെ ഗുണകരമാകുന്ന രീതിയിലേക്ക് അത് നിലനിർത്തും. ഇല്ലെങ്കിൽ അത് മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ടോട്ടലി ബാധിക്കുകയും ഡിസ്ട്രക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ആധുനിക കാലത്ത് ജീവിക്കുന്ന ഇപ്പോൾ നൈറ്റ് ലൈഫൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്ന ആളുകളിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രീ റാഡിക്കൽസിന്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷനാണ്. അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ശരീരം, അത് ജൈവ ശരീരം ഉണ്ടാക്കുന്ന അനുവദനീയമായ അളവിൽ മാത്രം ഉണ്ടായി അത് മറ്റു കോശങ്ങളെ ഫാറ്റ് ബേണിംഗ് പോലുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന രൂപത്തിലേ ആകാവൂ. അതിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഉറക്കമില്ലായ്കയോ വിശ്രമമില്ലായ്കയോ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതാവസ്ഥയിലൂടെ പോവുകയോ തുടർച്ചയായ ഭക്ഷണം കഴിക്കുകയോ അനുചിതമായ ഭക്ഷണം നിരന്തരമായിട്ട് കഴിക്കുകയോ ആന്റി ഓക്സിഡൻസ് ഇല്ലാത്ത ഭക്ഷണം നിരന്തരമായിട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്തു വരുമ്പോൾ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് ശരീരത്തിനകത്ത് ഭയങ്കരമായിട്ട് കൂടും. അത് മെറ്റാബോളിസത്തെ നല്ലപോലെ ബാധിക്കുമെന്നുള്ളതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നതിന്റെ സ്വാധീനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതുമായിട്ട് നമുക്ക് നാളത്തെ വിഷയത്തിലൂടെ കടന്നു പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.